നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഗുരുവായൂർ ഏകാദശി. മാത്രമല്ല, ഭഗവാന് ഏറെ പ്രിയമുള്ള ഏകാദശി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ വൈഷ്ണവരായ ഭക്തരും എല്ലാ കൃഷ്ണഭക്തരും അത്യധികം ഭക്തിയോടുകൂടി ആചരിക്കുന്ന വ്രതമാണ് ഗുരുവായൂർ ഏകാദശി വ്രതം. ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വ്രതം 2024 ഡിസംബർ 11 ബുധനാഴ്ചയാണ് വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായ ഈ ദിവസമാണ് ഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. ഐതിഹ്യമനുസരിച്ച് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന് പൂജ ചെയ്യുവാനായി മഹാവിഷ്ണു നിർമ്മിച്ച വിഗ്രഹമായിരുന്നു ഇത്. കൈമറിഞ്ഞ് ഒടുവിൽ ഈ വിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരുകയായിരുന്നു. കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും വിഗ്രഹം ഇവിടെ എത്തിക്കുകയും ശിവന്റെ നിർദ്ദേശപ്രകാരം വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഇവിടെ ഗുരുവായൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത്. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമാണ് ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. മാത്രമല്ല, അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഗീതാ ദിനമായും ആചരിക്കുന്നു. നിരവധി അത്ഭുതങ്ങളാണ് ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 400-ലധികം വർഷം മുൻപ് വാതരോഗത്താൽ തളർന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി ഭഗവാന് സമർപ്പിച്ചത് ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. കൂടാതെ യുദ്ധഭൂമിയിൽ മാനസികമായി തളർന്നിരുന്ന അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകി യുദ്ധസന്നദ്ധനാക്കിയതും ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ്. ഗോവർദ്ധനോദ്ധാരണത്തിലൂടെ ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാനെ കാമധേനു പാലഭിഷേകം നടത്തിയ പുണ്യദിനമായും ഗുരുവായൂർ ഏകാദശി അറിയപ്പെടുന്നു. ഇനി യോഗസിദ്ധി വഴി ശങ്കരാചാര്യർ ഒരു ഏകാദശി നാൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ ആകാശ സഞ്ചാരം നടത്തിയെന്നും ക്ഷേത്രം കണ്ടിട്ടും അദ്ദേഹം ആദരിച്ചില്ല എന്നും ഒരു കഥയുണ്ട്. ഈ ഗർവ് കാരണം സിദ്ധികൾ നശിച്ച് ആചാര്യർ നിലം പതിച്ചത്രേ. തെറ്റു മനസ്സിലാക്കിയ സ്വാമികൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മാപ്പിരന്നു. പിന്നീട് അവിടെ താമസിച്ച് ക്ഷേത്രാചാരങ്ങൾ തിട്ടപ്പെടുത്തിയെന്നും മറ്റൊരൈതിഹ്യമുണ്ട്. പ്രസിദ്ധ സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഏകാദശി ദിവസം ഗുരുവായൂരിൽ സ്ഥിരമായി കീർത്തനാലാപനം ചെയ്തിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം കോഴിക്കോട് സാമൂതിരി കോവിലകത്ത് കച്ചേരി നടത്താൻ പോയതിനാൽ ഗുരുവായൂരിലെ കീർത്തനാലാപനം മുടങ്ങി. എന്നാൽ ആ സദസ്സിൽ പാടാൻ തുനിഞ്ഞ ചെമ്പൈക്ക് നാദം നിലച്ചു എന്നും വീഴ്ച മനസ്സിലാക്കിയ അദ്ദേഹം ഭഗവാനോട് മാപ്പിരന്ന് ഗുരുവായൂരിൽ വന്ന് കരുണ ചെയ്യുവാനെന്തു താമസം എന്ന കീർത്തനം പാടിയെന്നും മറ്റൊരൈതിഹ്യമുണ്ട്. ഇങ്ങനെ ഗുരുവായൂർ ഏകാദശിയുടെ വിശേഷങ്ങൾ ഒട്ടനവധിയാണ്. ഭൂലോക വൈകുണ്ഠമെന്ന് പുകൾപെറ്റ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിവസം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം. അന്ന് 33 ദേവതകളും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാൻ സന്നിഹിതരാകും. അതിനാൽ ഗുരുവായൂർ ഏകാദശി തൊഴുന്നവർക്ക് എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി സർവശ്രേഷ്ഠവും സർവപാപഹരവും പരിപാവനവുമായ ഏകാദശിയായി മാറിയതെന്നും ആചാര്യന്മാർ പറയുന്നത്. ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശികളും അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല 7 ജന്മത്തെ പാപം തീർന്ന് മോക്ഷവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഗുരുവായൂർ ഏകാദശിക്ക് ദശമി നാളിൽ തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി നാളിൽ രാവിലെ
9 മണിക്ക് മാത്രമേ അടയ്ക്കാറുള്ളൂ. അതുവരെ പൂജകളുടെ ആവശ്യത്തിനല്ലാതെ നട അടയ്ക്കുന്നതല്ല. ഭക്തർക്ക് ഏത് സമയത്തും ദർശനം നടത്താവുന്നതാണ്. താന്ത്രികപരമായ ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെ തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഭഗവാൻ പുറത്തിറങ്ങുന്ന ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. ഇനി ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തരായ കുറൂരമ്മ, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം, വില്വമംഗലം സ്വാമിയാർ ഇവർക്കെല്ലാം ഭഗവാന്റെ ദർശനം ലഭിച്ച പുണ്യ ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരിലെ സകല ചരാചരങ്ങളിലും വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഗുരുവായൂരിലെത്തി ഭഗവാനെ ദർശിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു മണ്ണിൽ കാലുകുത്തിയാൽ പോലും അതിൻ്റെ ഒരു പുണ്യം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇത്രയധികം മഹത്വം നിറഞ്ഞ ഈ പുണ്യ ദിവസത്തിൽ ഭക്തിയോടും നിഷ്ഠയോടും കൂടി വ്രതം അനുഷ്ഠിക്കുന്നത് ആരാണോ അവർക്ക് ഭഗവാന്റെ ദർശന സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ഇനി ഗുരുവായൂർ ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 8 വയസ്സ് മുതൽ തന്നെ എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ 3 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഗുരുവായൂർ ഏകാദശിക്കും ഉള്ളത്. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസം അരി ആഹാരം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ പാടുള്ളൂ. അതായത് രാവിലെ ഗോതമ്പ് അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇനി ഉച്ചയ്ക്ക് 1 നേരം അരി ഭക്ഷണം കഴിക്കാവുന്നതാണ്, അതായത് ചോറ് കഴിക്കാവുന്നതാണ്. ഇനി രാത്രിയിൽ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത്. ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദശമി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപ് തന്നെ തുളസി ഇലകൾ പറിച്ചു വെക്കേണ്ടതാണ്. അതായത് ഭഗവാന് മാല കെട്ടാനും പൂജയ്ക്ക് ആവശ്യമുള്ളതുമായ തുളസി ഇലകൾ ഡിസംബർ 10-ാം തീയതി, അതായത് ദശമി ദിവസം സന്ധ്യയ്ക്ക് 6 മണിക്ക് മുൻപ് തന്നെ തുളസി ഇലകൾ പറിച്ചു വെക്കുക. ഇത്രയും ദശമി ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് ഡിസംബർ 10-ാം തീയതി. ഇനി പിറ്റേ ദിവസം, അതായത് ഡിസംബർ 11-ാം തീയതി ബുധനാഴ്ച ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടതാണ്. ഏതൊരു വ്രതം അനുഷ്ഠിച്ചാലും സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ നെയ്ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ദീപം കൊളുത്തി നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഇനി ഒരുപാട് നാമങ്ങളോ മന്ത്രങ്ങളോ ഒന്നും തന്നെ ചൊല്ലുവാൻ അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലാവുന്നതാണ്. നാമജപത്തിന് ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. ഇനി അതല്ല, തുളസി തീർത്ഥം കുടിച്ചുകൊണ്ട് മാത്രം വ്രതം എടുക്കുന്നവരുമുണ്ട്. ഇനി ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ്. ഇതിലേത് രീതിയിലാണ് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം വ്രതം എടുക്കുവാൻ. ഏത് രീതിയിൽ വ്രതം എടുത്താലും ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഏകാദശി ദിവസം രാത്രിയിൽ ഉറക്കമിളയ്ക്കണോ എന്ന്. നമ്മൾ നേരത്തെ കിടന്നുറങ്ങാതെ അന്നേ ദിവസം കുറച്ചധികം നാമജപത്തിന് ശേഷം കുറച്ച് വൈകി കിടന്നാൽ മതിയാകും. ഏകദേശം ഒരു 12 മണിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു 11:30-ക്ക് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. ഏകാദശിക്ക് പൂർണ്ണ ഉപവാസം എടുത്താൽ അല്ലെങ്കിൽ ഉറക്കമിളച്ചാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കൂ എന്നൊന്നുമില്ല. ഇതിലെല്ലാത്തിലും പ്രധാനം നമ്മുടെ ഭക്തിയും നമ്മുടെ മനസ്സുമാണ്. അതുകൊണ്ട് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും നിഷ്ഠയോടും കൂടി അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കുന്നതാണ്. ഇനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഡിസംബർ 11-ാം തീയതി പുലർച്ചെ 3:42-ന് ഏകാദശി തിഥി ആരംഭിച്ച് ഡിസംബർ 12-ാം തീയതി രാത്രിയിൽ 1:09-നാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത്. ഇനി ഏകാദശി ദിവസത്തിന്റെ വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ ഹരിവാസര സമയത്തിന്റെ പ്രത്യേകത എന്താണെന്നാൽ ലക്ഷ്മി സമേതനായ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നതും അല്ലെങ്കിൽ കഴിയുന്നത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതും നല്ലതാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഈ ഹരിവാസര സമയത്ത് ഭഗവാന്റെ പ്രസൻസ് കൂടുതലുള്ള ഈ ഒരു സമയത്ത് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൂടാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. ഇതുകൂടാതെ വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയവ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുന്നതോ നല്ലതാണ്. ഇനി ഈ ഒരു സമയത്ത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഭഗവാന്റെ 28 നാമങ്ങൾ ചൊല്ലുന്നതും അത്യുത്തമമാണ്. ആ 28 നാമങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മത്സ്യം കൂർമ്മം വരാഹം ച, വാമനം ച ജനാർദ്ദനം, ഗോവിന്ദം പുണ്ടരീകാക്ഷം, മാധവം മധുസൂദനം, പത്മനാഭം സഹസ്രാക്ഷം, വനമാലി ഹലായുധം, ഗോവർദ്ധനം ഋഷികേശം, വൈകുണ്ഠം പുരുഷോത്തമം, വിശ്വരൂപം വാസുദേവം, രാമം നാരായണം ഹരി, ദാമോദരം ശ്രീധരം ച, വേദാംഗം ഗരുഡധ്വജം, അനന്തം കൃഷ്ണഗോപാലം, ജപതോ നാസ്തിപാതകം. ഇതാണ് ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഭഗവാന്റെ 28 നാമങ്ങൾ. ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഭഗവാന്റെ ഈ 28 നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിങ്ങൾക്ക് സാധിക്കാനുണ്ടെങ്കിൽ നിത്യേന 9 അല്ലെങ്കിൽ 11 തവണ ഭഗവാന്റെ ഈ 28 നാമങ്ങൾ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. ഇനി ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശിയുടെ ഹരിവാസര സമയം എപ്പോഴാണെന്ന് നോക്കാം. ഡിസംബർ 11-ാം തീയതി സന്ധ്യയ്ക്ക് 6:27 മുതൽ ഡിസംബർ 12-ാം തീയതി രാവിലെ 6:28 വരെയാണ് ഹരിവാസര സമയം. ഈ ഒരു സമയം മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ കഴിയുന്നത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇനി ഏകാദശി വ്രതത്തിന്റെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം. പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. ഗുരുവായൂർ ഏകാദശിയുടെ പാരണ സമയം എപ്പോഴാണെന്ന് നോക്കാം. ഡിസംബർ 12-ാം തീയതി രാവിലെ 6:28 മുതൽ രാവിലെ 8:47 വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പാരണ വീടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസി ഇലയും ചന്ദനവും മലരുമിട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ്. ഇനി പാരണ വീടുന്നതിന് മുൻപായി, അതായത് തുളസി തീർത്ഥം സേവിക്കുന്നതിന് മുൻപായി നമ്മൾ അനുഷ്ഠിച്ച ആ ഒരു ഏകാദശി വ്രതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചാൽ അത് വ്രതം അനുഷ്ഠിച്ചതിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നാമജപത്തിന്, അതുമല്ലെങ്കിൽ പൂജയ്ക്ക്, അങ്ങനെ ഏത് കാര്യത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ ഭഗവാനെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം തന്നെ ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴ മന്ത്രമാണ് ചൊല്ലേണ്ടത്. ക്ഷമാപണ മന്ത്രം ഏതാണെന്ന് നോക്കാം. കരചരണകൃതം വാ, കായജം കർമ്മജം വാ, ശ്രവണ നയനജം വാ, മാനസം വാപരാധം, വിഹിതം അവിഹിതം വാ, സർവമേവൽ ക്ഷമസ്വ, ഹരിഹരി കരുണാബ്ദേ, ശ്രീ വിഷ്ണു സംഭവായ നമോ നമഃ. ഇതാണ് ക്ഷമാപണ മന്ത്രം അല്ലെങ്കിൽ പിഴമന്ത്രം. അതിനുശേഷം പാരണാമന്ത്രം ചൊല്ലി പാരണ വിടാവുന്നതാണ്. പാരണാമന്ത്രം ഏതാണെന്ന് നോക്കാം. ഭോക്ഷ്യോഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ വിടാൻ പോകുന്നു, അങ്ങ് എനിക്ക് തുണയായിരുന്നാലും. ഇതാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം. ഈ പാരണാമന്ത്രം 8 തവണയാണ് ചൊല്ലേണ്ടത്. ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷമാണ് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടേണ്ടത്. ഇനി വ്രതമെടുക്കുന്ന എല്ലാവരും ഏകാദശി ദിവസം മറക്കാതെ തന്നെ അതിരാവിലെ തുളസി നനയ്ക്കുകയും തുളസിക്ക് 3 പ്രദക്ഷിണം നടത്തുകയും ചെയ്യുക. ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുവാനും മറന്നു പോകരുത്. പ്രസീദ തുളസീ ദേവി, പ്രസീദ ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്പുതേ, തുളസീത്വം നമാമ്യഹം. ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുവാൻ. അതുപോലെ തന്നെ ഏകാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നിങ്ങൾക്ക് നടത്താവുന്നതാണ്. കൂടാതെ ഭഗവാന് മഞ്ഞപ്പട്ട് വാങ്ങി സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക, തൃക്കൈവെണ്ണ, ത്രിമധുരം,
പാൽപ്പായസം, അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളും നടത്തുക. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് ഭഗവാന് ഏറെ ഇഷ്ടമുള്ള പാൽപ്പായസം തയ്യാറാക്കി ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതുമാണ്. ഡിസംബർ 12-ാം തീയതി ദ്വാദശി ദിവസം, അതായത് പാർണ വീടിയതിനു ശേഷം അന്ന് അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. ഇനി ദ്വാദശി ദിവസം പാർണ വീടിക്കഴിഞ്ഞാൽ വ്രതം അവസാനിച്ചു എന്ന് കരുതി അന്നേ ദിവസം നോൺ വെജ് ഒന്നും തന്നെ കഴിക്കരുത്. ദ്വാദശി ദിവസവും വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കേണ്ടത്. വിഷ്ണു പ്രീതിയിലൂടെ മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം. പൂർണ്ണ മനസ്സോടും ഭക്തിയോടും നിഷ്ഠയോടും ഏകാഗ്രതയോടും ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിറയുന്നതാണ്. എല്ലാവർക്കും ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.